നിങ്ങളുടെ വൃഷ്ണങ്ങൾ ഹെൽത്തി ആണോ? പല ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കൺഫ്യൂഷൻസുകളുണ്ട്. വൃഷ്ണങ്ങൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം തുടങ്ങിയിട്ട് ഒരുപാട് കൺഫ്യൂഷൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ സെക്ഷൽ ലൈഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കാനും ആ ഹോർമോണും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാനും കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടും സ്റ്റാമിന ഇംപ്രൂവ് ചെയ്തിട്ടൊക്കെ ആ സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ പരിചയപ്പെടുത്തി തരാം. അതാണ് നേച്ചർ മാനിയുടെ പ്യുവർ ഹിമാലയൻ ശിലാജിത്ത് റെസിൻ എന്നുള്ളത്. അപ്പോൾ ശിലാജിത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെർഫോമൻസും ഹോർമോൺ ലെവലും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലോട്ട് ഒരു ചെറിയൊരു പീസ് സൈസിൽ നമ്മൾ ശിലാജിത്ത് എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ദെൻ അത് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഡെയിലി ടോയ്സ് അത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആയുഷ് അപ്രൂവ്ഡ് ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. വൃഷ്ണങ്ങൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം, ഇതാണ് ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷൻ എന്നുള്ളത്. ഇവ തമ്മിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു സൈസ് ഡിഫറൻസ് കാണുന്നു എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നോർമലുമാണ്, വളരെ കോമൺ ആയിട്ട് ആൾക്കാർ കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഹാഫ് എ ടീസ്പൂണിന്റെ വലിപ്പ വ്യത്യാസമൊക്കെ കാണുന്നത് വളരെ കോമണും നോർമലുമാണ്. അതിനെപ്പറ്റി ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃഷ്ണങ്ങളിൽ ഇനി വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിലും ഇനി വലിപ്പ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എങ്കിലും പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീക്കം കാണുന്നുണ്ട്, വേദനയുണ്ട്, അവിടെ റെഡ്നെസ് ഉണ്ട്, സ്കിന്നിൽ മാറ്റങ്ങളുണ്ട്, അവിടെ ബ്ലഡ് വെസൽസ് തടിച്ച രീതിയിൽ കാണുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഡോക്ടറെ കണ്ടിട്ട് സോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ തന്നെയാണെന്നുള്ളതാണ്. അല്ലാതെ ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലെ തന്നെ ചെറിയൊരു വലിപ്പ വ്യത്യാസത്തോടു കൂടി വന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അത് ഇൻഫെക്ഷൻ്റെയും മറ്റ് പല പ്രശ്നങ്ങളുടെയും ലക്ഷണങ്ങളായിരിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായ രീതിയിൽ ഡോക്ടറെ കണ്ടിട്ട് സോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷനാണ്, ഒരു വൃഷ്ണം മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതൽ ഹാങ് ചെയ്ത് നിൽക്കുന്നത്. ഇതും നോർമൽ തന്നെയാണ്, വളരെ കോമൺ ആയിട്ട് ആൾക്കാരിൽ കാണുന്നത് തന്നെയാണ്. അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും വേദനയോ അവിടെ അൺയൂഷ്വൽ ആയിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. അല്ലാതെ ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലെ തന്നെ ഒന്ന് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതൽ ഹാങ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ചില സുഹൃത്തുക്കൾക്ക് എന്തുകൊണ്ടാണ് വൃഷ്ണങ്ങൾ ചില സമയത്ത് തൂങ്ങി നിൽക്കുന്നത്, ചില സമയത്ത് ബോഡിയോട് അടുത്ത് നിൽക്കുന്നതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു നോർമൽ ടെമ്പറേച്ചർ വൃഷ്ണങ്ങൾക്ക് പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമില്ല. അപ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചർ മതി. അതുകൊണ്ടാണ് അതൊരു വൃഷ്ണ സഞ്ചിയിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നത്. ഇനി നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൻ്റെ എല്ലാം ബേസിസിൽ, സിറ്റുവേഷൻ്റെ എല്ലാം ബേസിസിൽ ഈ ടെമ്പറേച്ചർ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് ചില സമയങ്ങളിൽ വൃഷ്ണം ബോഡിയോട് വളരെ അടുത്ത രീതിയിൽ നിൽക്കുന്നുണ്ടാവും. അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും നമുക്കൊരു ഷോക്ക് സംഭവിക്കുന്നത്, എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാവുന്ന രീതിയിലും ബോഡിയോട് വളരെ അടുത്ത് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കംപ്ലീറ്റ്ലി നോർമൽ ആണെന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് ബോഡിയോട് കൂടുതൽ അടുത്ത രീതിയിലും ചില സമയത്ത് ഹാങ് ചെയ്ത രീതിയിലും ഒക്കെ നിൽക്കും. ഹാങ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നോർമലി അതിന്റെ ടെമ്പറേച്ചർ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ചില സുഹൃത്തുക്കളുടെ കൺഫ്യൂഷനാണ്, ഒരു വൃഷ്ണം മാത്രമേ ഈ സഞ്ചിയിൽ കാണുന്നുള്ളൂ, അപ്പോൾ ഇത് ശരിക്കും ഭാവിയിൽ പ്രഗ്നന്റ് ആവുന്ന കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങൾ ചിലർക്ക് ഉണ്ടാവും. ഇനി ഒരു വൃഷ്ണം മാത്രം ഉണ്ടാകുന്ന സിറ്റുവേഷൻ പല രീതിയിലായിരിക്കാം. ചിലപ്പം നമ്മളെ വളർച്ചാ കാലഘട്ടത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും ആക്സിഡൻസോ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് അത് റിമൂവ് ചെയ്യേണ്ട സാഹചര്യം, ഒരെണ്ണം റിമൂവ് ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേജിലെ തന്നെ ഒരെണ്ണം പ്രോപ്പറായ രീതിയിൽ ഡെവലപ്പ് ആവാതെ പോയിട്ടുണ്ടാവും, ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ ചില ആൾക്കാരുടെ കേസിൽ വൃഷ്ണങ്ങൾ ബോഡിക്കുള്ളിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം അതിങ്ങനെ വന്നിട്ട് ആ വൃഷ്ണ സഞ്ചിയിലോട്ട് വന്ന് വീഴണം. അപ്പോൾ പ്രിമച്വർ ബർത്ത് ഒക്കെ സംഭവിക്കുന്ന ഒരു കേസിൽ രണ്ട് വൃഷ്ണങ്ങളും ചിലപ്പോൾ ബോഡിക്കുള്ളിൽ തന്നെ അവശേഷിക്കുന്നു, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം ബോഡിക്കുള്ളിൽ അവശേഷിക്കുന്നു എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൃത്യമായ രീതിയിൽ ഡോക്ടറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകേണ്ടതുമാണ്. ഇനി ഒരു വൃഷ്ണം മാത്രം പ്രോപ്പറായി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു വൃഷ്ണം നമ്മുടെ വൃഷ്ണസഞ്ചിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം മതിയായ സ്പെർമും കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ അതിൽ നിന്ന് സംഭവിക്കുന്നുള്ളതാണ്, വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നതാണ്. പ്രോപ്പറായി ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു വൃഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. ചില സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ പല രീതിയിൽ സർജറി കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഒരെണ്ണം മാത്രമുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസുകൾ ഉണ്ടാവാറുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം കുറച്ച് സംശയങ്ങൾ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വളരെ കോമൺ ആയിട്ട് വൃഷ്ണവും വൃഷ്ണസഞ്ചിയുമായിട്ടൊക്കെ വരുന്ന സംശയമാണ് നമ്മളിവിടെ ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്ത് കൂടി വെച്ചേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.